ഹലോ ഗായ്സ്, എല്ലാവർക്കും നൈനു വ്ളോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു പൈസ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും റെഡി വിത്ത് മീ ആണെന്ന്. അപ്പോൾ നയ്യങ്കാളി ഇതിനായോട് കുറച്ച് ലീവാണ്. ഞാൻ കാളി നട്ടോ അയ്യങ്കാളിനെ വിളിക്കാം. അല്ല, ആ പേര് കൊണ്ട് കിട്ടാറുള്ള അയ്യങ്കാളി അനാഥാലയങ്ങൾക്കൊക്കെ വേണ്ടി പോരാടിയ ആളാണ്. നമുക്ക് നമ്മുടെ മാമൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ അതിനൊക്കെ റെഡി വിത്ത് മീ ചെയ്യണം. അയ്യങ്കാളി പ്രാർത്ഥിക്കണം. അയ്യങ്കാളിക്കൊക്കെ വേണ്ടി പാവല അയ്യങ്കാളി ഫസ്റ്റ് ഞാൻ പൗഡർ ഇട്ടിട്ട് എന്നിട്ട് അരിനേരം എടുക്കാൻ പോയപ്പോൾ അച്ഛൻ കൊണ്ട് തട്ടിയിട്ട് അച്ഛൻ വെള്ളം കുടിക്കാൻ വരുന്നുണ്ട്. അപ്പം അങ്ങോട്ട് തട്ടി നമുക്ക് പൗഡർ ഞാൻ ഇട്ടുണ്ടായിരുന്നുണ്ട്. ഇനിയിട്ട വെളുപ്പാണ്ടിയ കേട്ടോ വേണ്ടി ഇതെടുക്കാനാണ് സംഭവം പോയത്. നമുക്ക് ഇതിടാം. ഇത് പിരിക്കും എഴുതാൻ പറ്റിയതിൽ പൊട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് എഴുതട്ടെ. ഇതിൽ നോക്കി എഴുതിട്ടു കേട്ടോ. ഗായ്സ് ഇത് ചെയ്ത് ഇവിടെ സ്റ്റാർ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ സ്റ്റാർ ഇടുന്നില്ല. പിന്നെ ഞാൻ ഇത് ഗായ്സ് ഒരുമിച്ചിട്ടോ. ഗായ്സ് ഞാൻ പിന്നെ ചാന്ത പൊട്ട് ഇടാം കേട്ടോ. ഗായ്സ് ഓറഞ്ച് ഗായ്സ് എനിക്ക് വേറെ ചാന്ത പൊട്ടുണ്ടായിരുന്നു. പക്ഷെ വെള്ളം അത്ര ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ഓടിയിട്ട് വേണം. ആ വെള്ളം ഒറ്റയ്ക്ക് കിട്ടുമോ? ആ വെള്ളം ഒറ്റയ്ക്ക് കിട്ടിയാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ് കൃഷ്ണനൊക്കെ അത്യാവശ്യമായതുകൊണ്ട്. ഈ ഗായ്സ് ഇത് കുഞ്ഞതിലിങ്ങനെ കുത്താനൊന്നും പറ്റില്ല, ഇത് തുറക്കാനും പറ്റില്ല. ഇതുപോലത്തൊരു വലിയ സാധനം കിട്ടിയാൽ കൊണ്ടിരുന്നു. വലിയ ഇതില്ല, ഇങ്ങനെ വലുതായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വലിയ മുക്കാൻ വലിയ സാധനമായിട്ട് ഞാൻ വലുതാകുമ്പോൾ കണ്ടുപിടിക്കും. സയൻറ്റിസ്റ്റായിട്ട് അല്ല, പറ്റില്ല. മേക്കപ്പ് സ്റ്റൈൽസ് ആണ്. എന്നിട്ട് ഞാൻ പച്ച എടുക്കും കേട്ടോ. പച്ചക്കാടും പച്ച കേട്ടോ. പച്ച ഒന്നും തോന്നിട്ടില്ല കേട്ടോ. ഇത് ഗുരുവായൂർ പോയി മേടിച്ചുകൊണ്ട് കുറച്ചും കൂടി ക്വാളിറ്റിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ തരുന്നൊന്നുമില്ല. അപ്പം ഇങ്ങനെ പൊട്ടിട്ട് ഞാൻ എല്ലാത്തിനും പച്ച ഇടാറുണ്ട്. അല്ലെങ്കിൽ വെള്ളം, അല്ലെങ്കിൽ കറുപ്പ്. ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കൊടുക്കണം കാര്യങ്ങൾക്ക്. ആയിട്ട് കൊടുക്കുന്ന കളറാണ് എൻ്റെ സെയിം പിച്ചായ കളർ ഇടുന്നിട്ട് ബ്ലാങ്കായ കളേഴ്സ് ഇടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് റെഡി ആയിട്ട് പിന്നെ ഇതിന് പൗഡർ ഇടണ്ട. അപ്പോൾ 2 വട്ടം പൗഡർ ഇട്ടാൽ വെളുപ്പാണ്ടി കൊത്തിയാണ് ഇതാണ് ഉപയോഗിക്കാറ്. ഞാൻ ഐബ്രോസ് ആണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. ഇനി കണ്ണെഴുതണം അല്ലേ. ഞാൻ കഴിച്ചാൽ ഈ പൊട്ടിടാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്, പക്ഷെ മറന്നുപോയി. മായച്ച കൊള്ളാവും. അരിനേറി ഞാൻ എപ്പോഴും ഈ കണ്ണാടി നോക്കിയിട്ടാണ് ചെയ്യാറ്. ഇത് ക്യാനോളിലേക്ക് കണ്ണാടി കൊണ്ടുപോകാൻ വേണ്ടി എത്തിച്ചിരിക്കില്ല. ഇത് ഇന്ത്യ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കീ ചെയിനാണ്. ഇതുപോലത്തെ ഒരു ബാഗ് ഉണ്ട് കേട്ടോ. ഞാൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റും. ഇതുപോലത്തെ ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിൽ കീ ചെയിനെ തൂക്കിയിടാൻ പറ്റും. കാശ് പാലക്കുടി കൊണ്ടാണ് കഴിച്ചത്. ഞാൻ കരുതിയില്ല, പക്ഷെ അലിനാറായിട്ട് എഴുതണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലിക്വിഡ് പോലെ എനിക്ക് ഇഷ്ടം. പക്ഷെ ഇത് വെച്ച് എഴുതിയാൽ മതിയായിരുന്നു. സാരില്ല, അത് കുറച്ചും കൊണ്ട് ഞാൻ ഡാസ്ലറിൻ്റെ അങ്ങനെ വാങ്ങാറില്ല. ഞാൻ ഡാസ്ലറിൻ്റെ ആയിട്ട് വാങ്ങാറ് എല്ലാതും. കൺമഷിയൊക്കെ ഞാൻ ഹിമാലയുടെ ആയിട്ട് വാങ്ങാറ്. എനിക്ക് കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയോ എന്ന് ഡൗട്ട്. കരിങ്കാളിയല്ലേ, കരിങ്കാളിയല്ലേ. ഇട്ടൊക്കെയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൺഫ്യൂഷൻ ഒരു പൊട്ടിട്ടാൽ മതി, അപ്പം അങ്ങോട്ട് കാളിയാവും. അങ്ങനത്തെ ഒരു വീടുണ്ട്, ഒരു ചെറിയ പൊട്ടിടും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഫുൾ കാളിയായിട്ട്. ഇത് മേക്കപ്പിൽ ഉള്ളതാണ്. ലിബാമൊന്നും അല്ലടാ, ഇല്ലടാ. പിന്നെ ഞാൻ പൗഡറിൻ്റെ മണ്ണുള്ളത് ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയിട്ട്. ഇപ്പോൾ ഫുള്ള് ഗുരുവായൂരാണല്ലോ. പൗഡർ മാത്രമാണ് ഗുരുവായൂരല്ലാത്തുള്ളൂ. ചിലപ്പോൾ ഇനി ഇതാകണ്ട ഗുരുവായൂർ മേക്കപ്പ്. അപ്പം എന്താ ഇത് കിട്ടും. ഞാൻ സാധാരണ ഫോഗിൻ്റെ ഇതാണ് ഇടാറ്. ഫോഗിൻ്റെ പെർഫ്യൂമാണ് ഇടാറ്. അപ്പോൾ അങ്ങനെ ഇന്ന മേക്കപ്പ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കൺഫ്യൂഷൻ തുടങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ മാമൻ്റെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് ഞാൻ അടുത്ത വീഡിയോസ് ഇടാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ. ബൈ.